നമസ്കാരം. ആദ്യം തന്നെ ഇത്ര നല്ലൊരു പരിപാടി ഹോസ്റ്റ് ചെയ്ത കാലിഫൻ ടീമിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ്. ഇപ്പോൾ ഇതിൽ മെയിനായ ഹൈലൈറ്റാണ് 1000 സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താ അറിയോ? നിങ്ങളിനി ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ്. അതായത് നല്ല പണിക്കാരെ കിട്ടുക, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളെ സ്റ്റാർട്ടപ്പ് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. കേരളത്തിലെ എഡ്യൂക്കേഷനെ ഞാൻ നോക്കിക്കാണുന്ന ഒരു നഷ്ടക്കച്ചവടമായിട്ടാണ് കാണുന്നത്. അതായത് ഗവൺമെൻറ് 1000+ CR എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂളുകളൊക്കെ ആയിട്ട്. പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 20 lakhിൻ്റെ മുകളിൽ ഒരു കുട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു 10-15 വർഷം പഠിക്കാൻ. കുട്ടികളാണെങ്കിലോ ഒരു 15 വർഷം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ROI കിട്ടുന്നുണ്ടോ? അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്കിൽസോ ഈ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മളെ കൂടെയുള്ള പാനലിൽ ഓൾറെഡി ഡിഫറെൻറ്റ് എന്താ പറയുക രീതിയിൽ എഡ്യൂക്കേഷൻ അടിപൊളിയായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ അതിനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അംബ്രാസ് KT എന്നാണ്. എൻ്റെ വീട് ചെറുപ്പുളശ്ശേരിയാണ്. അവിടെ അങ്ങനെ ഒരു പേരില്ലാത്ത കോഴ്സ്, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോഴ്സ് വിറ്റിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു എഡെക്സ് ലൈഫ് സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു 100 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. രാവിലെ 10 to രാത്രി 10. അതായത് ഒരു കൺവെൻഷൻ എഡ്യൂക്കേഷൻ മൊത്തം പൊളിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. ഞാൻ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ കൂടെ ഉള്ളത് അജ്മലിക്കയാണ്. X&Y ലേണിംഗ്, അതായത് കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള എട്ടൊക്കെയായിട്ട് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നോളജുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്, നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ കൂടെ ഉള്ളത് ഫൈസൽ സാറാണ്. ഫൈസൽ സാറിനെ ഞാൻ ഫസ്റ്റ് നേരിട്ട് മീറ്റ് ചെയ്യണത് സ്കെയിലപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് പെരുന്തമണ്ണ. അന്ന് ഭയങ്കര ഇൻസൈറ്റ്സ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത് ഞങ്ങളൊരു കുറച്ച് നേരം സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ച് ഒരാൾ കൂടി. അത് ഭയങ്കര രസത്തിൽ മൂപ്പര് ഓരോ ബുക്സിനെ കുറിച്ചിട്ടും മൂപ്പര് ട്രാവലിനെ കുറിച്ചിട്ടൊക്കെ അടിപൊളിയായിട്ട് ആ ഒരു രീതിക്ക് ഡീൽ ചെയ്യുന്ന ഒരാളാണ് ഫൈസൽ സാറ്. മൂപ്പരാണ് സെക്കൻഡ് ഉള്ളത്. തേർഡ് ഉള്ളത് വാദി സാറാണ്. എലിംസ് നമുക്ക് അറിയുന്നുണ്ടാവും. അടിപൊളിയായിട്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ സ്കൂളായിട്ട് പോകുന്ന ഒരാളാണ്. പിന്നെ നമ്മളെ കൂടെ ഉള്ളത് ഫൈസാറ്. ഈ ഒരു പരിപാടിൻ്റെ എന്തായാലും ഒരു ഫില്ലറാവുമെന്ന് എനിക്കറിയാം. കാലിഫ് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പാളാണ്. ഓക്കെ, നമുക്ക് നേരിട്ട് ഇനി ടോപ്പിക്കിലേക്ക് പോവാം. എഡ്യൂക്കേഷൻ. ഒരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അജ്മൽ സാറോട് ചോദിക്കാം. എഡ്യൂക്കേഷനാണ് ഒരു എന്താ പറയുക ഒരു ബ്ലഡ് ലൈനെ മൊത്തം മാറ്റാൻ പറ്റുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി നന്നായി കഴിഞ്ഞാൽ ആ ഫാമിലി മൊത്തം മാറും. നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ ശരിക്ക് മോശമാണോ? എന്താണ് അജ്മൽ സാർ എടുത്തോട്ട്? അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ശരിക്കും ലീഡേഴ്സ് ആകുന്നില്ല നമ്മളെ കുട്ടികൾ ലീഡേഴ്സ് ആകുന്നില്ലേ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ? എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ടേം ഇൻ ജനറൽ നമ്മൾ പറയുമ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ? ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ OEDCയുടെ ഒരു ഡെഫിനിഷൻസ് പ്രകാരം ഒരാളുടെ അതേപോലെ തന്നെ ഒരു സൊസൈറ്റിയുടെ ഒരു ഫാമിലിയുടെ ഓവറോൾ വെൽബീയിങ് ആണ് എഡ്യൂക്കേഷൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ടേംസൊക്കെ വളരെ ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം നമുക്കുണ്ട്. അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ, അപ്സ്കില്ലിങ്, ട്രെയിനിങ്, ഇതിനെല്ലാം ഒരേ ഒരു അംബ്രലയിൽ മേ ബി ഇതൊക്കെ റിലേറ്റഡ് ആണ്. പക്ഷേ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരാളുടെ ഒരു ഹോളിസ്റ്റിക്കലി ഉള്ള ഒരുപാട് ഡെവലപ്മെൻറ്റിന് ഉള്ള അല്ലേ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത്. ട്രെയിനിങ് ഈസ് സംതിങ് എൽസ്, അപ്സ്കില്ലിങ് ഈസ് സംതിങ് എൽസ്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണുള്ളത്. ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് വി ഫേസ് ഈസ് ദാറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ എന്നുള്ളത് ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ്. എസ്പെഷ്യലി കേരളത്തിലോട്ട് വരുമ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ അധികമാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ 100% ലിറ്ററസി അച്ചീവ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്, വിച്ച് ഈസ് എ ഗുഡ് തിങ് ടു ഹാവ്. അപ്പുറത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ എത്ര എത്തിപ്പെടുന്നു എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഇക്വിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ ആളുകളിലോട്ടും നമുക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വലിയൊരു വിജയമാണത്. ഓൺ ദി അതർ സൈഡ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള ഒരു ലീഡേഴ്സിനെ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുമ്പോൾ അവിടെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ ദർ ഇസ് എ ട്രേഡ് ഓഫ് ഇൻ എവറിത്തിങ്. പിന്നെ ഇതൊക്കെ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. പ്രോബ്ലം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് തോന്നുന്നു അതാണ് ഒരു പെർസ്പെക്റ്റീവ് തുടങ്ങാൻ. ഓക്കെ, നൈസ്. ഫൈസൽ സാർ, നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഡാറ്റ പറയുന്ന അഗ്രികൾച്ചറും സെക്കൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് ലോകത്തെ ഞാനൊരു പേപ്പറിൽ കണ്ടതാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടാണ്.
സെക്കൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സിലാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സ്കൂളുകളിലൊക്കെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക 10ാം ക്ലാസ് വരെ കുട്ടീനെ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. പ്ലസ് ടു കഴിഞ്ഞ് ഒരു 3 വഴിയുണ്ട് അവർക്ക്, സയൻസ് ആൻഡ് എന്താ പറയുക കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇതിൽ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്തും കണ്ട് കൊമേഴ്സ് പോണ കുട്ടികൾക്കാണ് ഈ ബിസിനസ് എന്നുള്ളൊരു സാധനത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് കിട്ടുന്നത് ചെറിയ വയസ്സിൽ. അപ്പോൾ ഇത്രത്തോളം ആളുകൾ എന്താ പറയുന്നത് വർക്ക് ചെയ്യുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആയിട്ട് കൂടി നമ്മുടെ സ്കൂളുകൾ എന്താ കാരണം ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ബിസിനസ് കുറിച്ച് യങ് ഏജിൽ തന്നെ പഠിപ്പിക്കാതിരിക്കാനുള്ളൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെപ്പോഴും ഒരു എഡ്യൂക്കേഷൻ കാണുമ്പോൾ, ഇപ്പം ഞാൻ ബേസിക്കലി ഒരു അക്കാഡമിഷ്യനാണ്, ഞാൻ ക്ലാസ്സിൽ പോയി ടീച്ച് ചെയ്യുന്ന ആളാണ്. നമ്മളെ കണ്ണിലുണ്ണികൾ എപ്പോഴും ആ ക്ലാസ്സിലെ ബെസ്റ്റ് കുട്ടികളായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബെസ്റ്റ് കുട്ടികളല്ല ബിസിനസ് സക്സസ് ഉണ്ടാക്കാറ്. ലോകത്തിലെ ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം അതാണ്. ഇന്ത്യയിലെ ബിസിനസ്സുകാർ എടുക്കുകയാണെങ്കിൽ ആനന്ദ് മഹേന്ദ്ര മാത്രമേ ഒരു ഹാർവാർഡിയനുള്ളൂ. ബാക്കി എല്ലാവരും ഒരു ആവറേജ് എഡ്യൂക്കേഷൻ കിട്ടിയ വലിയ ബിസിനസ്സുകാരാണ്. മേ ബി രത്തൻ ടാറ്റ കോർണറിൽ പോയിട്ടുണ്ട്, പക്ഷേ ഒബ്വിയസ്ലി അവരുടെ സ്വാധീനം കൊണ്ടായിരിക്കാം. ബട്ട് എനിക്ക് തോന്നിയിടത്തോളം ഇപ്പം നോക്കിയട്ടെ, ഒരു ക്ലാസ് റൂമിലെ അക്കാഡമിക് എക്സലൻസ് ഇല്ല കുട്ടികളെക്കാളും ഒരു ക്ലാസ് റൂമിൽ ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന, ഫെയിൽവർ ഫീൽ ചെയ്യുന്ന, ആട്ടിത്തുപ്പലുകൾക്ക് വിധേയമാവുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. ഈ കുട്ടികൾ ഒരു പക്ഷേ ഡിലിങ്കൻ കുട്ടികളാണ്. ഈ കുട്ടികളാണ് ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടികളാണ് നമ്മളെ ഒരു പൊതു സൊസൈറ്റിൻ്റെ ബോധം കുറേ നിർണ്ണയിക്കുന്നത്. ഒരു കോളേജിൻ്റെ സ്കൂളിൻ്റെയും കൾച്ചർ സെറ്റ് ചെയ്യുന്ന ഈ കുട്ടികളാണ്. പൊളിറ്റിക്സിലേക്ക് പോകുന്ന ഈ കുട്ടികളാണ്. ഇവരാണ് ബേസിക്കലി ഫ്രണ്ട്ഷിപ്പിൽ ലീഡർഷിപ്പ് എടുക്കുന്നവർ. ഐ തിങ്ക് ഈ കുട്ടികളെ കയ്യിലാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതി എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അവരെ കാറ്റർ ചെയ്യാൻ നമ്മൾ എഡ്യൂക്കേഷൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഈ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഇൻഹറൻ്റ്ലി ക്രിയേറ്റീവാണ്. രണ്ടാമത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ല പ്രോബ്ലം സോൾവേഴ്സാണ്. നിങ്ങളിപ്പം ഇങ്ങനത്തെ ഒരു ഇവൻ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം കാലിഫ് അക്കാഡമിക്ക് ബേസിക്കലി ഇങ്ങനത്തെ കുറേ ഒരു മാസ് വന്നിട്ടാണ് ഇങ്ങനത്തെ വലിയൊരു സംഭവം ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കുട്ടികൾ ബേസിക്കലി നല്ല പ്രോബ്ലം സോൾവേഴ്സാണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ വരുമ്പോൾ അംജദ് വഫ സാറോട് ചോദിക്കുകയും അപ്പോൾ അദ്ദേഹം പറയണം എന്നോട്, ഇത് കംപ്ലീറ്റ്ലി ഇനി അടുത്ത വർഷം നമ്മളെ കുട്ടികളെ തന്നെ മാനേജ് ചെയ്യും. നിങ്ങളെന്നോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് നിങ്ങളെ കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ട് ഇത്തരത്തിലുള്ള വലിയൊരു ബഹുഭൂരിപക്ഷം ആൾക്കാർ നമ്മളെ കേരളത്തിലെ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ നമ്മളുടെ NSSനോ നമ്മളുടെ ഫറൂഖ് കോളേജിനോ നമ്മളുടെ PSMOക്കോ നമ്മളുടെ നാട്ടിലെ സ്കൂൾ സിസ്റ്റത്തിനോ ഇവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ഇവരുടെ ലീഡർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാനോ ഇവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെ മാപ്പ് ചെയ്യാനോ ഇവരുടെ ക്രിട്ടിക്കൽ റീസണിങ്ങിനെ മാപ്പ് ചെയ്യാനോ ഇവരുടെ ക്രിയേറ്റിവിറ്റിനെ മാപ്പ് ചെയ്യാനോ ഇല്ലേ ഒരു സംഭവം ഇല്ലാത്തതാണ് ബേസിക്കലി നമ്മളെ സ്ഥാപനം. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് കേസ് ഒരു PSC പഠിച്ചോ, ഞാൻ ഒരാളെ മോശമായിട്ട് പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു PSC ഒരു വലിയൊരു ഗോൾ അച്ചീവ് ചെയ്ത ഒരാളെ ലക്ഷ്യം അതാക്കാരം ഏറ്റവും ടോപ്പായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എലൻ മസ്കിനെ നോക്കുകയാണെങ്കിൽ $30 ട്രില്യൺ ആക്കാരം മൂപ്പർ അച്ചീവ്മെൻറ്റ്, ഏറ്റവും വലിയൊരു ഗോള്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസിൻ്റെ ഇടയിലും ഈ ഒരു തോട്ട് ഉണ്ട്. ഞാൻ 5 years ഞാൻ നെറ്റ് ക്വാളിഫൈഡ് 5 years ടീച്ചർ. ഓണ്ടർപ്രണർഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ഫെയിൽവർ വരും, ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും, അവരുടെ ആട്ടിത്തുപ്പലുകൾക്ക് വിധേയമാവും. ഇപ്പൊ തന്നെ NVIDIA ചെയർമാൻ പറഞ്ഞൊരു കാര്യമില്ലേ, ഞാൻ കുടുങ്ങിപ്പോയതാണ്, ഇനി ഒരിക്കലും അതിലേക്ക് കയറൂല എന്നില്ല. അത് ബേസിക്കലി ക്ലാസ്സിൽ ടീച്ചർ അടി കിട്ടുന്ന കുത്തിട്ടുന്ന കുട്ടിയൊക്കെ കിട്ടുള്ളൂ. മറ്റൊരു ടീച്ചർ കണ്ണിലുണ്ണിയാണ്. അവരായിരിക്കും ലൈഫിൽ സക്സസ് ആവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിടത്തോളം അത്തരത്തിലെ കുട്ടികളാണ് ഇന്ത്യയിലും. ഇപ്പം സക്കർബർഗ് എടുക്കുകയാണെങ്കിൽ ഹാർവാർഡിയനാണ്, ഡ്രോപ്പ് ഔട്ടാണ്. ഇപ്പോൾ ഫിൽ ടഫ്നൽ ബേസിക്കലി നൈക്കി ഫൗണ്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോച്ച് ബിൽ ബോർമാൻ്റെ ഒപ്പം ഫൗണ്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ക്രോസ് കൺട്രി റണ്ണറാണ്. സ്റ്റാൻഫോർഡിയൻ ആണെങ്കിൽ കൂടി അദ്ദേഹം സ്റ്റഡിനേക്കാൾ ഫോക്കസ് ചെയ്തിരുന്നത് ആ നൈക്കി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ പറയുക ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ആയിട്ടായിരുന്നു. പിന്നെയാണ് നൈക്കി ഗ്രീക്ക് ദേവത ഗോഡസ്, എന്താ പറയുക, ഗ്രീക്ക് ഭംഗിയുടെ ദേവതയാ ഗോഡസിൻ്റെ പേരിടുന്നത് നൈക്കി എന്നില്ലേ. അപ്പോൾ അദ്ദേഹം ആവറേജ് ആയിരുന്നു. പക്ഷെ സെർജി പേജ് മാത്രമാണ് അതിൽ കുറച്ച് ഇൻ്റലക്ച്വലി വൈൽഡായിട്ടുള്ള ആൾക്കാർ വന്നതെന്നില്ലാണ് എനിക്ക് തോന്നുന്നത്, ഗൂഗിൾ ഫൗണ്ട് ചെയ്തവർ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അപര്യാപ്തത കാണുന്നത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഒരു ഇൻവെൻറ്ററായ സ്റ്റീവ് ജോബ്സിനെ റീഡ് കോളേജിൽ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പർ ഡ്രോപ്പ് ഔട്ടായി പോയവനാണ്. കാരണം മൂപ്പർക്ക് അതിൽ ഒരു പർപ്പസ് തോന്നിയിട്ടില്ല. പക്ഷേ ലോകം ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഇന്നോവേറ്റീവ് ആയ പ്രൊഡക്ട്സ് അയാൾ ഉണ്ടാക്കിയത്, അയാളും ഓസ്നിയാക്കും കൂടി കോഫൗണ്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സമയത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഈ ലോകത്ത് നിന്ന് ഏറ്റവും നല്ലൊരു ലേണിംഗ് മോഡൽ കമ്പനി ഗൂഗിളാണ്. ഗൂഗിളിനെ സക്സസ്ഫുള്ളി കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ആപ്പിൾ. ഇപ്പോൾ ആപ്പിളിനേക്കാളും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗൂഗിളിനായി. ഇപ്പോൾ
316 ഇന്നലെ ട്രേഡ് കിടക്കുന്നത്. ഇപ്പം ആപ്പിൾ 246 കിടക്കുന്നത്. സ്റ്റീവ് ജോബ്സ് 2012 പോകുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സ് ജോയൽ എന്ന് പറഞ്ഞിട്ടുള്ള യെയിൽ യൂണിവേഴ്സിറ്റിയുടെ ഡീനെ വെച്ച് ആപ്പിൾ യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൾച്ചറും അദ്ദേഹത്തിൻ്റെ സിസ്റ്റവും എന്താ പറയുക, യുണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. മൂന്നാമത്തത് സ്റ്റീവ് ജോബ്സ് എപ്പോഴും തിങ്ക് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയിലെ റബൽസിനെയും ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ അട്രാക്ട് ചെയ്ത ആ ഇൻറ്റ്യൂഷനസിനെ, ആ ഇൻക്രിമെൻ്റൽ ലോജിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവത്തിലേക്ക്, ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആൾക്കാരെ ഉണ്ടാക്കിയിട്ടാണ് ആപ്പിളിനെ വിട്ടുകൊടുക്കുന്നത്. ആർക്ക്? ടിം കുക്കിന്. അതേസമയത്ത് മറ്റോരെ നോക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിളിനെ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ഭയങ്കര ക്രിയേറ്റീവാണ്. ഗൂഗിൾ ഭയങ്കര കൊളാബറേറ്റീവ് ആണ്. അപ്പോൾ നമ്മളുടെ ഒക്കെ പ്രശ്നം കിടക്കുന്നത് സ്കൂൾ കോളേജ് ഒരു ഇൻസുലർ ഹൈറാർക്കിയാണ്. ഒരു പ്രിൻസിപ്പൽ, ടീച്ചർമാർ, കുട്ടികളൊക്കെ കൂടിയുള്ള സാധനം. ഈ ഇൻസുലർ ഹൈറാർക്കിയിൽ ഒരിക്കലും ക്രിയേറ്റിവിറ്റി വരില്ല. ഇനി എഐനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമൻ സ്പീഷീസിൻ്റെ ഏറ്റവും വലിയ സ്കില്ല് ക്രിയേറ്റിവിറ്റിയാണ്. രണ്ടാമത്തെ ക്രിട്ടിക്കൽ റീസണിങ് ആണ്. ഞാൻ പറഞ്ഞതല്ല, ഹാർവാർഡിയൻ പ്രൊഫസറായിട്ടുള്ള വിൽസൺ പറഞ്ഞാണ്. ഒറിജിൻ ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം ലോകം ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, എഐനെ ബീറ്റ് ചെയ്യണമെങ്കിൽ എന്താ. ഇപ്പോൾ അലക്സാണ്ടർ വാങ്ങിനെ ഇപ്പോൾ ലാസ്റ്റ് 14.5 ബില്യണാണ് അദ്ദേഹത്തിന് ആ ഒരു സക്കർബർഗ് അക്വയർ ചെയ്ത്. അപ്പോൾ വാങ്ങിനെ പറഞ്ഞ കുറച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ റിഡൻഡൻ്റ് ആവും. ആർക്കാണ് ഒരു കണ്ടന്റ് ഇല്ല, ആർക്കാണ് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലത്, ആ കുട്ടികളായിരിക്കും എക്സൽ ചെയ്യുക അതിൽ. ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കെൻ റോബർട്ട്സന്റെ 20 മിനിറ്റ്സ് എന്ന സ്കൂള് ക്രിയേറ്റിവിറ്റിനെ കില്ല് ചെയ്യുന്നതിൽ. നോക്കിയിട്ട് റൂസോ 1800 ഫ്രഞ്ച് ഫിലോസഫർ പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടീനെ സെൻറ്റേഡ് ആയിട്ടില്ല, നാച്ചുറലായിട്ട് ഇടപെട്ടിട്ടില്ല, ലൈഫിൽ നിന്ന് പഠിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ അല്ല ഇന്നത്തെ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് അദ്ദേഹം ഡി സ്കൂളിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചു. ഇല്ലിച്ച് 1970 എന്താക്കി, അതിനെ റിസറക്റ്റ് ചെയ്തു. ഡെയിൽ കാർണഗിനെ പോലത്തെ, റോബിൻ ശർമ്മനെ പോലത്തെ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ശിവകേരനെ പോലത്തെ, അല്ലെങ്കിൽ ജോൺ സി മാക്സ്വെലിനെ പോലത്തെ വലിയൊരു കമ്മ്യൂണിറ്റി ആ ഭാഗത്ത് സെൽഫ് ഹെൽപ്പും സെൽഫ് ലേണിങ്ങും സെൽഫ് ട്രെയിനിങ്ങും ആയിട്ടുള്ള കുറേ ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. അവരെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ ബിസിനസ് സക്സസ് ഉണ്ടാക്കുന്നതിലും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിലും വീക്കാണെന്നില്ല. പക്ഷേ ഗൂഗിൾ ഉണ്ടാക്കിയ ഒരു സാധനം അതൊരിക്കലും ഒരു ഇൻസ്റ്റുലറല്ല. ഗൂഗിൾ ഉണ്ടാക്കിയ അവരുടെ അറ്റ്മോസ്ഫിയർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്ലേ ഗ്രൗണ്ട് കമ്പനി അവരുണ്ടാക്കിയത്. അതിൻ്റെ ഉപജ്ഞാതാവ് എനിക്ക് തോന്നിയിടത്തോളം ലാസ്ലോ ബോക്കാണ്. അവനൊരു ഹംഗേറിയൻ ഒറിജിനാണ്. അവനാണ് ഗൂഗിളിൻ്റെ ബേസിക് ആയിട്ടുള്ള HR ഹെഡ്. ലാസ്ലോ ബോക്ക് ചെയ്തൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ വലിയൊരു ബുക്കുണ്ട് വർക്ക് റൂള്. 30 പ്രാവശ്യത്തെ അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് കമ്പനി ടു വർക്ക് വിത്ത്, ഏറ്റവും ബെസ്റ്റ് ലേണിംഗ് കമ്പനി ടു വർക്ക് വിത്ത് അവാർഡ് കിട്ടിയാണ് ഗൂഗിളിന്. അദ്ദേഹം പറഞ്ഞു, ലെറ്റ് ദ ഇൻമൈറ്റ്സ് റൺ ദി അസൈലം എന്നില്ലാണ്. അത് ഗൂഗിളിൽ ആൾക്കാരൊക്കെ ഫ്രീ ആണ്. അവർക്ക് 70% കമ്പനി വർക്ക് ചെയ്താൽ മതി. 20% അവർക്ക് എന്താക്കാൻ പറ്റുക, ടീമിന് ഒരുമിച്ച് പ്രൊജക്റ്റ് ചെയ്യുക. 10% അവർക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ റീസണിങ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അത് കൊറോളറി അല്ല, അത് ഇൻസ്യൂറർ ആയിട്ടുള്ള ഹൈറാർക്കിയലായിട്ടുള്ള സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വരില്ല. അതൊരു പ്ലേ ഗ്രൗണ്ടിനെ പോലത്തെ ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ എംപ്ലോയിക്കും അവൻ്റേതായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തിനെ ഫേസ് ചെയ്തുകൊണ്ട് അവൻ്റെ അംബിഷനും അവൻ്റെ ഇൻട്രസ്റ്റും മാപ്പ് ചെയ്യുന്ന, അവൻ്റെ ഹാപ്പിനെസ്സും അവൻ്റെ ഹെൽത്തും മാപ്പ് ചെയ്യുന്ന ബെറ്റർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഇന്നത്തെ ജെൻസി ആയിരിക്കും അങ്ങനത്തെ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യുക. അവരാണ് അതിൻ്റെ ബാക്കിൽ. യെസ്, ഐ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടി ഹിറ്റ് ചെയ്തൊരു പോയിന്റ്, എന്താ പറയുക, സ്മാർട്ടായിട്ട്. ഇപ്പം എൻ്റെ കേസ് വരാണെങ്കിൽ എന്നാളും SLCയിൽ മാർക്ക് കുറഞ്ഞ ആളുകളുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് SLCയിൽ 52% മാർക്കുള്ളൂ. ഞാൻ അതിനുശേഷം +2 എന്ത് ചെയ്തു, 67 ആക്കി. PGക്ക് മാർക്ക് വാങ്ങി. ഇപ്പോൾ നെറ്റ് PhD ചെയ്തുകൊണ്ടിരിക്കുക പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ. ഞാൻ പഠിച്ച ലീഡ് കോളേജിലാണ്. ഞാൻ അവിടെ തന്നെ PhDക്ക് എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാൻ കറക്റ്റ്ലി അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ പൊളിറ്റിക്കൽ ഒരു പാർട്ടിയിലുണ്ടായിട്ട് സംസാരിച്ചതിന് പേരൻസിനെ കൊടുത്ത് പ്രശ്നമായ ഒരാളാണ്. അത് ഞാൻ അന്ന് മനസ്സിലാക്കിയത്, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ബെസ്റ്റ് എന്ന് മനസ്സിലാക്കി ആ ഒരു സംഭവം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ക്രിയേറ്റീവിനെ കില്ല് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു കാര്യം ക്വസ്റ്റ്യൻ മാർക്കിനെ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വൈസാരത്ത് പോവാണ്. വൈസാർ ഞാൻ ആദ്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് പ്രൊഫൈൽ നോക്കിയപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷനാണ്. അതായത് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക സർട്ടിഫിക്കറ്റ്സും കോഴ്സുകളും. IIM എക്സിക്യൂട്ടീവ് MBA കഴിഞ്ഞിട്ടുണ്ട്, BEd എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ ഒരു ഭാഗം എന്താ കാരണം. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് ബിസിനസ്സും സക്സസ്സും അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ കണ്ടിന്യൂസ് ലേണിംഗ് നിങ്ങളുടെ ബിസിനസ്സിനെ എത്രത്തോളം അടിപൊളിയാക്കിയിട്ടുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാവട്ടെ അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ കണ്ടിന്യൂസ്ലി പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. ഇപ്പം AI കുറിച്ച് തന്നെ പറയുന്നൊരു കാര്യം, എലൻ മസ്കിനോട് ചോദിച്ച ചോദ്യത്തിന് AI റീപ്ലേസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ AI അറിയാത്തവർ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടിന്യൂസ്ലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഏത് കാര്യത്തിലാണെന്ന് അപ്ഡേറ്റ് ഇല്ലാത്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും പുതിയൊരു AI
സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ടോ Yes, yes. അല്ലേ? ഇപ്പം ഇത് തന്നെയാണ് ഞാൻ നിങ്ങൾ ചോദിച്ച ഫസ്റ്റ് ചോദ്യത്തിന് ആൻസർ പറയുന്നത് കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നു. നമ്മളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ചു വന്ന സിസ്റ്റത്തിനെ എതിർത്ത് പറയണതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് പറയല്ലാതെ നിർവാഹമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സിലബസ് ലാസ്റ്റ് തവണ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് 2024 അതെപ്പോഴാ വെച്ചാൽ 4 വർഷത്തെ ഡിഗ്രി വന്നപ്പോൾ. അതും തന്നെ കംപ്ലീറ്റഡ് അപ്ഡേറ്റഡ് അല്ല. കാരണം 4ാമത്തെ വർഷം എന്താ ചെയ്യുക എന്നുള്ളത് യൂണിവേഴ്സിറ്റി ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അതിൽ കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇന്റേൺഷിപ്പ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്റേൺഷിപ്പ് എങ്ങനെ കൊടുക്കും എന്നുള്ളത് കോളേജിന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്റർ കോളേജ് പ്രോഗ്രാമുകൾ, ഇന്റർ കോഴ്സ് പ്രോഗ്രാമുകൾ, ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഒന്നുമില്ല. പക്ഷേ സിലബസ് ഉണ്ടാക്കിയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അതിന് അതിൽ എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മളെ ഏറ്റവും ഒരു ഹോട്ട് ടോപ്പിക്കാണ് ക്യൂക്കോമേഴ്സ് എന്നുള്ളതൊക്കെ. നമ്മുടെ സിലബസിൽ ക്യൂക്കോമേഴ്സ് എത്തിയിട്ടില്ല. അപ്പോൾ ഇ കോമേഴ്സിൽ കിടക്കാം. ക്യൂക്കോമേഴ്സ് പോട്ടെ, നമ്മൾ 2025 ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ. നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പോയിട്ട് ലാബ് ഇതുവരെ കണ്ടുക്കണോ? ഇല്ല. ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ 24 മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് 21, അതിന് മുമ്പ് 18. ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ കഴിഞ്ഞ 6 വർഷത്തിൻ്റെ ഇടയിൽ 8 വർഷത്തിൻ്റെ ഇടയിൽ 2 തവണ മാത്രമാണ് യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു? ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി റീമൈൻഡ്. അതായത് ബിസിനസ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ പോയി. പണ്ട് ക്യാപിറ്റലിൽ മാത്രം ബിസിനസ് ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് ഇന്ന് ക്യാപിറ്റൽ 2ാമത് പോയി. അത് ബിസിനസ് ഐഡിയ, മാർക്കറ്റിങ്ങിൽ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഡെയിലി അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ഈ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത്. ഓൺലൈൻ മീഡിയകളിൽ എത്ര കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ ഡിഗ്രി അവൈലബിൾ ആണ്? വളരെ കുറച്ചുള്ളൂ. അത് ഇനി അതില്ലാന്ന് തന്നെ പറയാം അല്ലേ? ഇപ്പോഴും AI ഡെവലപ്പ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളില്ല. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു കുട്ടിക്ക്, അതായത് 4 വർഷം ബിടെക് കഴിഞ്ഞ ഒരു കുട്ടിക്ക് കിട്ടുന്നതിനേക്കാൾ സാലറിക്ക് 6 മാസം പൈത്തണും സ്റ്റാക്കും ഫ്ലട്ടറും ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ ഐ സീൻ ദാറ്റ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഒരു കാര്യം തുറന്ന് സമ്മതിക്കേണ്ടി വരും. നമ്മളുടെ എഡ്യൂക്കേഷൻ മീൻസ് എസ്പെഷ്യലി ഇൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചുകൂടി സ്പീഡായിട്ടെങ്കിലും സ്കൂൾ ലെവലിലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, 2 വർഷം കൂടുമ്പോൾ പിന്നെ ഓരോ ക്ലാസ് പിന്നെ വിട്ടിട്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ആ അപ്ഡേഷൻ പോലും ഹയർ എഡ്യൂക്കേഷനിൽ നടക്കുന്നില്ല. അതിൽ വളരെ സങ്കടമുണ്ട്. അവിടെ തന്നെയാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ കൂടി വേണമല്ലോ. ആ സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ അലിംസ് എല്ലാ കാലത്തും ചെയ്യാൻ ശ്രമിക്കുന്നതും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉള്ള കാലം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും എല്ലാ വർഷവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സിലബസുമായിട്ട് കൊമേഴ്സ് രംഗത്ത് മുന്നോട്ട് പോകാന്നുള്ളത്. ഗ്രേറ്റ്. ഓക്കെ, സൂപ്പർ. ഫൈസാറേ, ഈ റിയൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു പഠിക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാലിഫിൽ ഐ തിങ്ക് 250+ സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഒരു MBA പഠിക്കുന്നതിനേക്കാൾ MBA മീൻസ് ഒരു ടയർ 5 കോളേജ് പഠിക്കുന്നതിനാലും കൂടുതൽ ലേണിങ്സ് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ പ്ലാനിങ് സൈഡ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ പ്ലാനിങ്, ഓർഗനൈസ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, അങ്ങനെ എല്ലാ പണിയും ഇതിൻ്റെ പിള്ളേർ ചെയ്യുന്നുണ്ട്. ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്തൊരു പയ്യനുണ്ട്. ഞാൻ വന്ന മുതൽ നോട്ട് ചെയ്യുന്നുണ്ട്. ആ എൻട്രൻ്റെ അവിടെ നിന്ന് കയറ്റി വിടുന്നുണ്ടല്ലോ, അവൻ ആ ഒരു ഇതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് റിയൽ എഡ്യൂക്കേഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ ചെയ്തതും അങ്ങനെ കേട്ടോ, ഞാൻ ചെയ്തുകൊണ്ട് പഠിച്ചോണ്ടാണ്. അപ്പോൾ എനിക്ക് ഫൈസാറിനോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, കാലിഫ് ഈ റിയൽ എഡ്യൂക്കേഷൻ എന്നുള്ള സാധനത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിക്കുള്ള ഇപ്പം നിങ്ങൾ എന്തായാലും വേറൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ 2 കുട്ടികളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞാനൊരു തോട്ടിൽ വരാണ്. കമ്പയർ ചെയ്യുമ്പോൾ അവർ ബിസിനസ്സിലേക്ക് എത്രത്തോളം ആപ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്? ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. കാലിഫിലെ സ്റ്റുഡൻസിനെ ഒരു കമ്പാരിസണിന് വിധേയമാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ടോട്ടൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു മൈക്രോ പോയിൻ്റ് ഓഫ് വ്യൂ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഫൈസൽ സാറൊക്കെ ഉണ്ട്, ഒരു ഗ്ലോബൽ ടച്ചൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ സ്കൂളുകൾ യഥാർത്ഥത്തിൽ ഒരു മാർക്കറ്റാണ്. ഒരു മൈക്രോ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. സ്കൂളുകൾ മാർക്കറ്റാണ്. അത് സ്കൂളെന്ന് മാത്രമല്ല, കോളേജസ് ആണെങ്കിലും മാർക്കറ്റാണ്. എന്തുകൊണ്ടാണ് ഒരു മാർക്കറ്റ് എന്ന് പറയാനുള്ള കാരണം, സ്കൂളിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയെ നമ്മൾ ടീച്ചേഴ്സ് അവരെ ബ്രാൻഡ് ചെയ്യാൻ, അങ്ങനെ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി
അവരുടെ സ്വഭാവത്തിലും അവർ ഇടപെടുന്നതിലും എല്ലാ മേഖലകളിലും ആ ബ്രാൻഡായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളുടെ കൂട്ടത്തിലൊക്കെ ഒരു ഫൺ ക്യാരക്ടറുള്ള ഒരു കുട്ടി ഉണ്ടാവും നമ്മളുടെ ക്ലാസ്സിൽ. ആ കുട്ടിയെ നമ്മളങ്ങനെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ആ ബ്രാൻഡിങ് ആ കുട്ടിയുടെ ലൈഫ് ലോങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ആക്ച്വൽ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് അത് ഒരു സ്വഭാവത്തെയോ അല്ലെങ്കിൽ അതൊരു പ്രോഡക്റ്റിനെയോ ഒരു സർവീസിനെയോ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ഇതേപോലെ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ നീ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്ത് കഴിയുമ്പം ആ ഒരു ലോക്കിൽ നിന്ന് ആ ഒരു സർക്കിളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആ കുട്ടിക്ക് പലപ്പോഴും പറ്റാറില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അതാണ് എന്നുള്ളതാണ്. ഒരു യൂണിഫോം സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്ത സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നീ ഇങ്ങനെയാവണം, ഇതാണ് നീ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അവനെ അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയെ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുമ്പം ആക്ച്വലി അവൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഭാവനയും ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും വരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സെഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ നിന്നും പഠിച്ച കോളേജുകളിൽ നിന്ന് നമ്മളായിട്ടുള്ള അതേ കാര്യമാണോ നമ്മൾ ലൈഫിൽ ജോബാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ അധിക പേരും നോ ആയിരിക്കും ആൻസർ. നമ്മൾ ചെയ്യുന്ന കാര്യം അത് പഠനത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിനർത്ഥം സ്കൂൾസ് വേണ്ട എന്ന രീതിയിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് പഠിക്കുന്നതാണോ അതല്ലെങ്കിൽ നമ്മളുടെ യാത്രകളിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് നോളജാണോ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? യാത്രകളായിരിക്കും. അതിൻ്റെ കാരണം എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ യാത്രകളിൽ നമ്മൾക്ക് ആവശ്യമുള്ളത്, ഇഷ്ടപ്പെടുന്നത്, ഇനിയും നമ്മൾക്ക് അത് പകർത്തണം എന്ന് തോന്നുന്നതിനെ വല്ലാതെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് നമ്മളത് നമ്മളിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്താണ് ആ ഗ്യാപ്പ്? ആ ഗ്യാപ്പ് ഒരു വിദ്യാർത്ഥിയുടെ ജന്മന അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ഇഷ്ടം അതെന്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ഐഡൻറ്റിഫൈ ചെയ്ത ഇഷ്ടത്തിനെ പോളിഷ് ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായി ഇന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് നമ്മൾ ചോദിക്കുകയാണ് ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതേ സെയിം ക്വസ്റ്റ്യൻ അവൻ തിരിച്ചു ചോദിക്കും, ഇനി എന്ത്? എന്നിട്ടാണ് ഒരു കരിയർ കൗൺസിലിങ്ങിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു ജോബ് തേടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ടപ്പിലേക്ക് മൂവ് ചെയ്യുന്നത്. കാലിഫിൻ്റെ ഒരു സിസ്റ്റവും ഇതേപോലെ ഈ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരൊറ്റ യൂണിഫോം സിസ്റ്റത്തിലൂടെ ജനറേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിത്വത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും എന്താണോ ആവേണ്ടത്, അവരുടെ മൈൻഡിൽ എന്താണോ പരിപോഷിപ്പിക്കേണ്ടത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പ്രൊഡക്റ്റീവാക്കിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്. ഞാൻ കൂടുതൽ കാലിഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ ഇഷ്ടത്തെയും ടേസ്റ്റിനെയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പറയുന്നത് UN മുന്നോട്ട് വെക്കുന്ന 10 എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ആ 10 എസെൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ്, ആ ലൈഫ് സ്കിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മളുടെ നിലവിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നില്ല. അതിൽ നമ്പർ 1 ആയിട്ട് വരുന്നത് സെൽഫ് അവെയർനെസ് ആണ്. ഞാൻ ആര് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ഐഡൻറ്റിഫിക്കേഷൻ ഒന്നും നടത്തുന്നതിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പറയാണ് നീ ഇതാണ് അല്ലെങ്കിൽ ഇത്രയും 10 സബ്ജക്ട്സ് ആണ് നീ 10th പഠിക്കേണ്ടത്, നീ +2 ആകുമ്പോഴേക്ക് 6 സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്, ഇത് നീ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നീ 10th മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നീ സയൻസിന് ആപ്റ്റ് അല്ല, നീ എടുക്കേണ്ടത് കോമേഴ്സ് ആണ്. ഇങ്ങനെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒരു വിദ്യാർത്ഥിയെ എത്രമാത്രം ക്രൂശിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചിന്താവിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സെൽഫ് അസസ്മെൻ്റ് എന്നുള്ളത്. അത് ഞാൻ പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ചെർപ്പളശ്ശേരി
കേരളത്തിൻ്റെ ഒരു ടയർ 6 താഴെ പോയി കിടക്കുന്ന സ്ഥാപനം, അല്ല താഴെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡെക്സ് എന്ന പേര്, വളരെ സിമ്പിളാണ്. എൻ്റെ ഒരു കോഴ്സിന് പേരൊന്നുമില്ല, കോഴ്സിന് എന്താ സർട്ടിഫിക്കറ്റും ഇല്ല. 20 കുട്ടികളെ എനിക്ക് അഡ്മിഷൻ എടുക്കുക. ഞാൻ അവരുടെ കൂടെ 100% യാത്ര ചെയ്യുക. രാവിലെ 10 to രാത്രി 10. ഞങ്ങളവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിഞ്ഞ കുട്ടിയുണ്ട്. ലിറ്ററേച്ചർ എന്താ പറയുക, മലയാള യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ കഴിഞ്ഞ കുട്ടിയുണ്ട്. ഞങ്ങളവിടെ പ്യുവർലി ചെയ്ത കാര്യം, ആൾക്ക് എന്താണോ വേണ്ടത്. അവിടെ ഒരു സ്ട്രക്ചേർഡ് ക്ലാസ് ഇല്ല. അതായത് ക്ലാസ് എടുക്കുക, ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ CMA CC അങ്ങനെ ഓരോ ട്രെൻഡിങ് കോഴ്സ് ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നുമില്ല. ആ രീതിക്കാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ ഇപ്പം എനിക്ക് കേരളത്തിൻ്റെ പുറത്തുനിന്ന് കുട്ടികൾ ചെർപ്പളശ്ശേരി വന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇതിൽ സത്യം ഞാൻ ഒരു പോലും മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്തിട്ടില്ല. അല്ലാതെ കുട്ടികൾ തിരഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഈ ഒരു സാധനമാണ് മെയിൻലി വേണ്ടത്. കാരണം അവരെ മനസ്സിലാക്കി, അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, അവർക്ക് എന്താണോ അവരുടെ ഇൻട്രസ്റ്റും അവരുടെ പാഷനൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നൊരു സ്ഥാപനം. അപ്പോൾ ആ രീതിക്ക് നമ്മൾ എഡ്യൂക്കേഷൻ മാറട്ടെ. പക്ഷേ അതിൽ ഒരുപാട് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ടെക്നിക്കലി പോസിബിൾ ആവണമെന്നില്ല. കാരണം അത്രത്തോളം കുട്ടികളാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ ഗ്രാജുവേഷനിൽ 3.5 ലക്ഷത്തോളം കുട്ടികളാണ് ഒരു വർഷം ഗ്രാജുവേറ്റ് കേരളത്തിൽ മാത്രം പുറത്തിറങ്ങുന്നത്. ടെക്നിക്കലി ഇത് പോസിബിൾ ആവണമെന്നറിയില്ല, പക്ഷെ മാറ്റം വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അജ്മൽ ഖാനോട് എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ, എനിക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഒരാൾ സംസാരിക്കേണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നാണ് അതിനെക്കുറിച്ചിട്ട് അറിയുന്നത്. നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾക്ക് ഈ പ്യുവർലി ഇപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അവയർനെസ് ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് പേരൻസ് മാത്രമല്ല, ടീച്ചേഴ്സിനടക്കം. ഇത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്ത് വേണമെങ്കിലും മനസ്സിലാക്കാൻ ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഒരു നോട്ട്ബുക്കെല്ലാം അതൊക്കെ മരണ സാധനം, എത്ര കോംപ്ലിക്കേറ്റഡ് സാധനം ഭയങ്കര സിമ്പിളാക്കി കൊടുക്കും AI വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് അവയർനെസ് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ തന്നെ ഒരു കുട്ടീനോട് ചോദിക്കുകയാണ്, എനിക്ക് ഡിഗ്രി ഉണ്ട്, എവിടെ പോയിട്ടാണ് പഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി പറയുന്ന കോളേജ് മേ ബി ഒരു അവയർനെസ്സിൻ്റെ കുറവുണ്ടാവും. അത് യെസ്, ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ സ്കൂളിങ്ങിൽ, നമ്മുടെ കോളേജ്, നമ്മുടെ കുട്ടികൾക്ക് ഡയറക്ഷൻ കിട്ടുന്നതിലൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. നമുക്ക് അവയർനെസ്സിൻ്റെ പ്രശ്നമല്ല, ലൈക്ക് അവയർനെസ് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 വർഷം പിന്നിലോട്ട്, ഇപ്പോൾ ഞാൻ ഒരു +2 പഠിച്ചൊരു കാലം 2010 പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നീറ്റ് അല്ലെങ്കിൽ JEE എക്സാമിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്രം വായിക്കണം, പത്രത്തിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കണം, എന്നിട്ട് അതിന് അപ്ലൈ ചെയ്യണം, റൈറ്റ്? ഈ ഒരു പ്രോസസ്സാണുള്ളത്. എന്നാൽ ഇന്ന് ഇപ്പോൾ നമുക്ക് ഓരോ കുട്ടിയുടെ അടുത്തും എന്തുണ്ട്, ഒരു 50-60 എക്സാമുകളെ കുറിച്ചുള്ള പല രീതി, CUET അല്ലെങ്കിൽ നീറ്റ്, JEE, ഡിസൈൻ, അല്ലെങ്കിൽ ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും റെഡിലി ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ ദ പ്രോബ്ലം ഈസ് വേർ ടു ഗൈഡ് ദം. ഈ പറഞ്ഞ പോലെ ഞാൻ എവിടേക്ക് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഐ വാസ് ഇൻ UAE. അവിടെ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് MBZUAI എന്ന് പറഞ്ഞിട്ട് അബുദാബി ഗവൺമെൻറ് സെറ്റ് ചെയ്തിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവർ AI പഠിക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ, അവിടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യപ്പെട്ട് പോയി. അവിടെ എൻ്റെ കൂടെ ഒരു 50 ആൾക്കാരുണ്ടായിരുന്നു. ഈ 50 ആൾക്കാർ ഒരു പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ റഷ്യ, US, ജപ്പാൻ, അതേപോലെ തന്നെ മാസിഡോണിയ എന്നൊക്കെ പറഞ്ഞ് മംഗോളിയ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരിൽ പല ആളുകളും ചെയ്യുന്നത് ദേ വർക്ക് വിത്ത് സ്കൂൾസ്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചു, അവരുടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വി വർക്ക് വിത്ത് സ്റ്റുഡൻസ്. ഇപ്പോൾ ഞാൻ ഇന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നു. ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന കാര്യം, ഞാൻ ഒരു സ്കൂളുമായി അല്ലെങ്കിൽ 2-3 സ്കൂൾസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവിടെ പോയിട്ട് അവിടെ ഒരു 9-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനോട് ഞാൻ ഈ അനുഭവങ്ങൾ പങ്കുവെക്കും. അപ്പോൾ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഈ യൂണിവേഴ്സിറ്റി ദേ ആർ ഗിവിങ് അറൌണ്ട് 2 crore ഫണ്ടിങ് ടു സ്റ്റുഡൻസ്. പഠിക്കാൻ താല്പര്യമുള്ള, UG പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് 2 crore ഫണ്ടിങ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കുട്ടികളുമായി പങ്കുവെക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ചൂസണായിട്ട്, വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ പങ്കുവെക്കലിലൂടെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു എന്താ പറയുക, അവയർനെസ് എന്നുള്ളത് ചേഞ്ച് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് അവയർനെസ് നമ്മുടെ കുട്ടികളുടെ അടുത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബബിളി നമ്മുടെ ടീച്ചിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെത്തഡോളജികളിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു ചേഞ്ച് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു AI കാലഘട്ടത്ത് ഒരു കണ്ടന്റ് ഡെലിവറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്ക് ആക്ച്വലി ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ റിട്ടേൺ ഔട്ട്പുട്ടിലും അതേപോലെ കണ്ടന്റ് ഡെലിവറിയിലും ബേസ്ഡ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ആസ് ഓഫ് നൗ എന്നുള്ളത്. അപ്പോൾ ഈ AI വന്ന് കുറേ പേഴ്സണലൈസേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദീസ് ഓൾ തിങ്സ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്. വാട്ട് വി നീഡ് ഈസ് ദാറ്റ് വി നീഡ് teachers or facilitators to work with
അവർ സ്റ്റുഡൻസ്. പക്ഷെ അതിന് ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിനെ നമ്മൾ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളത്. അപ്പം ഞാൻ എന്താ പറയുക, കഴിഞ്ഞ ഒരു ദിവസം ഒരു B.Ed കോളേജിൽ പോയപ്പോൾ ആ B.Ed കോളേജിലെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, B.Ed കോളേജ് TTC കോളേജാണ്, അപ്പോൾ TTC കോളേജ് പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, അവിടെ TTCക്ക് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാർക്കും മാത്തമാറ്റിക്സ് അറിയില്ല. TTCക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ്, അപ്പോൾ ദാറ്റ്സ് എക്സ്പെക്റ്റഡ്. കാരണം ഒരാൾ മേ ബി TTCക്ക് പോകാനുള്ള റീസൺ തന്നെ മാത്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് TTCക്ക് പോകുന്നത്. പക്ഷേ അത് അതർ റിയാലിറ്റീസ് ദാറ്റ് നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ഒരാൾക്ക് മാത്സ് പഠിപ്പിക്കേണ്ട ആളുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് എന്താണ്? TTC ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മാത്സിനോട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരാൾ പോയിട്ട് എന്ത് ചെയ്യുന്നു? TTC എടുത്ത ഒരാൾ, ഞാൻ TTCക്കാരെ മൊത്തത്തിൽ ആക്ഷേപിച്ചൊന്നും പറയരുത് കേട്ടോ, ഞാൻ ജനറലി എന്താ ഉള്ളൊരു ചാലഞ്ച് പറഞ്ഞതാണ്. നൗ യു ലുക്ക് ഇൻ ടു ദ സ്റ്റാറ്റിസ്റ്റിക്സ്. കേരളത്തിൽ പ്രഥം സർവേയുടെ ഏസർ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ 2 നമ്പർ എടുത്താൽ ഹരിക്കാൻ അറിയുന്ന ആൾക്കാരുടെ എണ്ണം 40%, വിച്ച് ഇസ് ക്വൈറ്റ് ഷോക്കിംഗ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ലൂപ്പിലാണ് നമ്മളുള്ളത്, റൈറ്റ്? അപ്പോൾ ഈ ഒരു സിസ്റ്റമിക് ആയിട്ട് ഈ പറഞ്ഞ വൺസ് ഈ അവയർനെസ് എന്നുള്ളതിനെ നമ്മൾ കുറച്ചുകൂടി ക്വാണ്ടിഫൈ ചെയ്ത് ഓരോ കുട്ടിയിലേട്ടും റീച്ച് ഔട്ട് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് മെത്തഡോളജീസ് ഉണ്ട്. ടെക്നോളജിക്കലി അത്തരത്തിലുള്ള മെത്തഡോളജീസ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളിലോട്ട് റീച്ച് ഔട്ട് ചെയ്യുകയും അവരെ കുറച്ചുകൂടി എന്താ പറയുക റൈറ്റ് ഇൻഫർമേഷൻ ഇൻ റൈറ്റ് ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, താങ്ക് യു. ഫൈസൽ സാർ ഒരുപാട് സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സിന് എക്സിക്യൂട്ടീവ് MBA ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ഓൺട്രപ്രണേഴ്സിന് ക്ലാസ് എടുത്തിട്ട് എക്സിക്യൂട്ടീവ് അടിപൊളിയായി ചെയ്യുന്നുണ്ട്. അതേകൂടെ തന്നെ കുട്ടികൾക്കും ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ വല്ല ഡിഫറൻസും തോന്നിയിട്ടുണ്ടോ? അതായത് പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ക്ലാസ് ഓരോ എക്സിക്യൂട്ടീവ് MBA കൊടുക്കുന്നതും നോർമലുള്ള തമ്മിലുള്ള? എനിക്ക് തോന്നിയിടത്തോളം പിന്നെ B സ്കൂൾ ഒരു പക്ഷേ ഒരു 10 years ഹെഡ് പ്രൊജക്റ്റാണ്. ഞാൻ അംജദ് ഗഫൂർ സാറോടൊക്കെ പറയുമായിരുന്നു. കാരണം ഇന്ന് എനിക്ക് തോന്നിയിടത്തോളം പിന്നെ ലോകത്ത് ബിസിനസ് സക്സസിൻ്റെ ഏറ്റവും നല്ലൊരു ലേണിംഗ് മോഡലിന് റിസർച്ച് ചെയ്ത ഇൻസെറ്റിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഐ തിങ്ക് ഗ്യാൻ പിയറോ. ഇൻസെറ്റ് യൂറോപ്പിലെ നമ്പർ 1 ബിസിനസ് സ്കൂളാണ്. കണ്ടമാനം കേസസ് അവർ എഴുതിയിട്ടുണ്ട്. തൗഫീഖ് ജലാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനുണ്ട്, ഒരു ട്യൂണീഷ്യക്കാരന്. അയാളാണെന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സോട്ട് ആഫ്റ്റർ ഒരു പക്ഷേ ഈ കൊമേഴ്സ് കൺസൾട്ടൻ്റ് ഒക്കെ, അതൊക്കെ ഇൻസെറ്റിലെ പ്രൊഫസറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ സാധനം ഒരു ഇൻസുലർ ആയിട്ടുള്ളൊരു കസ്റ്റോഡിയൻ ടൈപ്പ് സ്കൂൾസും കോളേജസാണെന്ന് ലോകത്തൊക്കെ ഇല്ലത്. അതിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം ഒരു 68ഓളം മൾട്ടിനാഷണൽ കമ്പനീസിൽ പോയിട്ട് റിസർച്ച് ചെയ്ത് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലിനും പഠിച്ചാണ്. രണ്ടാമത്തെ മോഡലാണ് ഒരു ചാലഞ്ചർ മോഡൽ. ഈ ചാലഞ്ചർ മോഡൽ ആൾക്കാർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ രീതിനെ അവരെന്താക്കും, ആ സ്റ്റാറ്റസ്കോനെ അവർ പരിപൂർണമായിട്ട് അതിനെ എതിരിട്ടിട്ട് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിലേക്ക് പോകുന്നവരാണ്. ഇപ്പം ഇവർ അന്നൊരു 6 മണിക്ക് എന്നെ കാണാൻ വന്നിട്ട് ഞാൻ ലിറ്ററലി ഒരു 12 മണി വരെയെങ്കിലും അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ കേരള സിലബസും CBSE എന്ന് പറഞ്ഞാൽ എനിക്ക് തലറ്റും. ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഈ കേരള സിലബസും CBSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരു റാങ്കിങ്ങും ഇല്ലാത്ത ഒരു ചവറ സിലബസായിട്ട് എനിക്ക് തോന്നാറ്. അപ്പോൾ ആ സിലബസിൽ നിന്ന് മാറിയിട്ട് ഈ കുട്ടികളുടെ ഹോബീസ് മാപ്പ് ചെയ്തിട്ട് ആ ഹോബീസിനെ ഇവർ എന്താക്കുന്നുണ്ട്, ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര തിങ്കിങ്. അപ്പം നിങ്ങൾ എടുക്കുന്ന സ്കൂൾ മോഡൽ, ആ യാത്ര ചെയ്തിട്ടുള്ള മോഡൽ, B സ്കൂൾ സത്യത്തിൽ UK എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു മോഡലാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ എന്താ പറയുക, എൻ്റെ ഒപ്പല്ലേ പാർട്ട്നേഴ്സൊക്കെ അതിലൂടെ എക്സ്പോസ്ഡ് അല്ലായിരുന്നു. എനിക്കത് അറിയായിരുന്നു. അപ്പോൾ എനിക്കറിയുന്നത് എത്ര ടഫാണ് മലബാറത്തെ മാപ്പിളക്കുട്ടികളെ ഇടയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ്. എനിക്കൊരു 25 വർഷത്തെ റിസൾട്ട് 3% സ്റ്റുഡൻസാണ് റൈറ്റായി വന്നത്. ബാക്കി 97%നും റിസർച്ച് ചെയ്യാനും എൻഗേജ് ചെയ്യാനും ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അപ്പോൾ ദർ ഓൾ ഫ്രം വെരി ഗുഡ് സ്കൂൾസ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം NSS, ഫ്രം PV സ്കൂൾ, MESS, പക്ഷേ എനിക്ക് തോന്നിയിടത്തോളം ദ മൊമെൻറ്റ് ഞാൻ ബിസിനസ്സുകാരായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ ബിസിനസ്സുകാർ ഇതിന് ഭയങ്കര ദാഹിക്കുന്നവരാണ്. ഇപ്പം നിങ്ങളെടുത്ത് വന്ന ഫൈസൽ 9ാം ക്ലാസ്സിൽ നിന്ന് അവന് മർക്കസിന് ഓടിപ്പോയതാണ്. മൂപ്പര് വലുപ്പം പറഞ്ഞിട്ടില്ല. മൂപ്പര് ഏകദേശം ഒരു 1100 എംപ്ലോയീസിലെ സ്ഥാപനമാണ്. 60 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഫൈസലിൻ്റെ പ്രത്യേകത, ഫൈസൽ 800 മില്യൺ ദിർഹത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്.
മൂപ്പര പെർഫ്യൂമിൻ്റെ രാജകുമാരനായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ സെക്കൻഡ് ബാച്ചിൽ ദുബായിലെ എക്സിക്യൂട്ടീവ് MBA അദ്ദേഹം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ഇന്നവേറ്റർ CEO ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്. കാരണം നെക്സ്റ്റ് ലൂയി വിട്ടൻ്റെ പോലെ GCCയിൽ മൂപ്പർ നിൽക്കുന്നുണ്ട്. 13% മെനയുടെ മാർക്കറ്റ് മൂപ്പരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് ആ സെക്കൻഡ് ബാച്ചിനെ കൊണ്ടുവരുന്നു. കാരണം എക്സിക്യൂട്ടീവ് MBA ഏത് ബിസിനസ് ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഞങ്ങൾ അവരെ കൺസോർഷ്യംസ് ഉണ്ടാക്കും. അങ്ങനെ 5 ഹോൾഡിംഗ് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. 3 ഇന്ത്യയിലും 2 ദുബൈയിലും. അതിലെ 2ാമത്തെ കമ്പനിയാണ് കേപ്പ്. അത് കേപ്പ് ടൗണിൽ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടാണ് ഞങ്ങൾ എന്താക്കിയത്, ബിൽഡ് ചെയ്ത് അതിൻ്റെ ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ബിസിനസ്സുകാരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ സിസ്റ്റത്തിന് ദാഹിക്കുന്നവരാണ്, അവർ കണ്ടമാനം കുടുങ്ങലുകൾക്ക് വിധേയരാണ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള ത്വരയാണ് ഈ കാര്യം കിട്ടാൻ. നമ്മളെ കുട്ടികളെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനോട് യാതൊരു താല്പര്യം ഇല്ലാതെയാണ് അവരെന്താവുന്നത് ക്ലാസ്സിലിരിക്കുന്നത്. അപ്പം ആ താല്പര്യം ഉണ്ടാക്കുന്ന എന്ത് വേണം, നമുക്ക് അസസ്മെന്റ് മോഡൽ വരണം. ഇപ്പം ഈ കുട്ടികളെ ഇപ്പൊ കാലിഫിയ നിങ്ങൾ എടുത്തു നോക്കുകയും ഇറ്റ്സ് ജസ്റ്റ് എ പ്ലേ ഗ്രൗണ്ട്, ചാലഞ്ചർ മോഡൽ, ഗ്യാൻപിയറോ പറഞ്ഞ പോലത്തെ മോഡൽ ഒരു സ്കൂളാണത്. ഞാനിവരെ സ്കൂളിനെ കുറിച്ച് പല സ്ഥലങ്ങളും പറഞ്ഞു. ബി സ്കൂളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു 20 years ഹെഡ് പ്രൊജക്റ്റാണ്. അവിടെ വരുന്ന കുട്ടിക്കൊക്കെ എനിക്ക് എത്രത്തോളം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രിയേറ്റീവ് അല്ലെങ്കിൽ കൂടി അവർ ബേസിക്കലി ആ വേൾഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് എക്സ്പോസ്ഡ് ആവും. ഞാൻ ഇപ്പോൾ അജ്മൽ പ്രൊഫസറോടൊക്കെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ റൊണാൾഡോനെയും മെസ്സിനെയും കണ്ടിട്ടാണ് ഫുട്ബോൾ കാണുന്നത്. നിങ്ങൾ ബ്രസീലിനെയും അർജന്റീനയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നാട്ടിലെ സെവൻസും നാട്ടിലെ ലോക്കൽസിനെയും അല്ല. നമ്മൾ ഇനോവ വാങ്ങിക്കുന്നുണ്ട്, നമ്മൾ ഐഫോൺ വാങ്ങിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ മാത്രം റോട്ടനായിട്ടില്ലേ, ഡേർട്ടി ആയിട്ടില്ലേ, ഒരു റിസർച്ചും നടക്കാത്ത കുറേ സാധനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നത്തിങ് ബട്ട് വി ആർ ചീറ്റിംഗ് ദിസ് കിഡ്സ്. അപ്പം ഞാൻ ആ സിസ്റ്റത്തിനോട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം റോട്ടനാണെന്നില്ലേ. അപ്പം അണ്ടിൽ അതർവൈസ് ലോകത്തിലൊരു നമ്പർ 1 സിലബസാണ് IB. ആകെ ഈ കോഴിക്കോട് ഒരു സ്കൂൾ, വൈറ്റ് സ്കൂളേ ഉള്ളൂ. മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ സ്കൂളില്ല. ഞാൻ ഇപ്പം എൻ്റെ എല്ലാ MBA സ്റ്റുഡൻസിനോടും പറഞ്ഞ് ഒരു IB സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ലേ. ലോകത്തിൽ നമ്പർ 1 സിലബസാണ്. 2ാമത്തേണ് IGCSE സിലബസ്. ഞാൻ ഇവരോടും പറഞ്ഞിരുന്നു, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളൊരു IB IGCSE തുടങ്ങണം. പാരൻസിനോട് പറയണം, ആ സിലബസുകളാണ് ക്രിയേറ്റിവിറ്റി കാറ്റർ ചെയ്യുന്നുള്ളൂ, ഈ സിലബസുകളൊന്നും കാറ്റർ ചെയ്യുന്നില്ല. നാളെ ഈ കുട്ടികൾ AI യുഗത്തിലേക്കാണ് പോകുന്നത്. ഈ കുട്ടികളൊക്കെ നമ്മളോട് ചോദിക്കും, നമ്മൾ എന്തുകൊണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ സെൽഫ് അവയർനെസ്, നമ്മൾ എന്തുകൊണ്ട് ഇത് അവെയർ ആക്കിയില്ല എന്നില്ലേ. ഇതിൽ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ അത് എന്താ പറയുക, ഗവൺമെന്റ് തലത്തിൽ അത്രയും നേരത്തെ പറഞ്ഞ ടോപ്പിക് കണക്ട് ചെയ്യണം. ഇന്റർനാഷണൽ ബാക്ക്ലോട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇത്രയും വലിയൊരു പോപ്പുലേഷൻ്റെ ഇടയിൽ ഒരു മേ ബി അതിൻ്റെ ഒരു ഇഷ്യൂ ആകാരം എന്തായാലും മാറ്റം വരട്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ്. വാഹിദ് സാർ ഇതിലൊരു നേരത്തെ പറഞ്ഞൊരു പരാമർശം, ടീച്ചിങ് എന്നുള്ളൊരു ആർട്ട് തന്നെയാണ്. അതായത് ഒരു കുട്ടിനെ ഒരു ലൈറ്റൻ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സിനാണ് മെയിൻ റോൾ ഉള്ളത്. അപ്പം അതിന് പറ്റുന്ന ആളുകളെ നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എലിംസിൽ എങ്ങനെയാണ് അതിൻ്റെ കേസ് എന്ന് പറയാൻ പറ്റുമോ? ഈ പറ്റുന്ന ആളെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഇതിലുള്ള പ്രശ്നം ഈ കിട്ടിയ ആൾക്കാർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൻ്റെ ബാലൻസ് ആയിട്ട് ഇപ്പോൾ ഇവരൊക്കെ സംസാരിച്ചതിൻ്റെ ഒക്കെ കോർ പില്ലറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് അധ്യാപകർ തന്നെയാണ്. പക്ഷേ ഈ അധ്യാപകർ പലപ്പോഴും ഇപ്പം ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ എൻതൂസിയാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റാർട്ടപ്പ് ഓണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് അവർ ഫുൾ ടൈം ഇതിനെക്കുറിച്ച് ചിന്തിക്കും, ഓക്കെ നാളത്തെ ഈ പ്രോബ്ലത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, അല്ലെങ്കിൽ ഇന്ന് ഈ വിഷയം എങ്ങനെ തീർക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇതുള്ളത്. മാത്രമല്ല മാർക്കറ്റിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നോ, ഓക്കെ അത് നമ്മളെ കമ്പനിയിൽ വരുത്തണം, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര അധ്യാപകരുണ്ട് നമുക്ക്? അതായത് മാർക്കറ്റിൽ ഒരു പുതിയ ചേഞ്ച് വന്നു, ഓക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ സിലബസ് ഔട്ട്ഡേറ്റഡ് ആണ്, ഇത് നമുക്ക് ആവശ്യമുണ്ടോ, അത് വേണ്ട, നമുക്ക് പുതിയ അതിലൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ കോളേജുകളിൽ എന്താ വെച്ചെങ്കിൽ കേരളത്തിൽ നല്ല ഇവിടെ ഇന്ത്യയിലുള്ള മൊത്തം കോളേജുകൾ ഒരു സെമസ്റ്ററിൽ 90 വർക്കിംഗ് ഡേയ്സാണ്, 90 വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവുക. 90 4 സെമ്മ് കിട്ടിയാലും 360 ദിവസം കിട്ടുക. അതൊരു PG കിട്ടുന്നത് മാക്സിമം. ഓൾറെഡി സിലബസ് പാക്കഡ് ആവുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ഇഷ്യൂ ആണോ ടീച്ചേഴ്സിൻ്റെ ഇഷ്യൂ ആണോ? അല്ല, ഇതിലെ ഹയർ എഡ്യൂക്കേഷനിലാണെങ്കിലും ഇതിൽ ഗവൺമെൻറ്റിന് നല്ലൊരു വൈറ്റ് റോളുണ്ട്. കാരണം സിലബസ് ഇത് ചെയ്യുന്നതും ഇപ്പം കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു B സ്കൂളിൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞതാണ്, പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഡയറക്ടർ എന്നോട് പറഞ്ഞതാണ്, വൈസറെ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജും ഞങ്ങളുടെ പ്രശ്നം ഒരേ ഒരു കാര്യമാണ്. അതായത് ഞങ്ങൾക്ക് അഫിലിയേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതില്ല. എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ അഫിലിയേഷൻ ഉണ്ടായത് കൊണ്ട് എന്താണ്
ഓൽക്ക് കുറേ കാര്യങ്ങൾക്ക് ബാരിയർ ഉണ്ട്. ഓൽക്ക് യൂണിവേഴ്സിറ്റിയുടെ കാര്യമല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അഫിലിയേറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയ മാർക്കറ്റിൽ പുതിയൊരു കോഴ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടെക്നോളജി പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം. വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. സോ എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ അധ്യാപകരോട് എനിക്ക് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങളും ഓൺട്രപ്രണേഴ്സിൻ്റെ അതേ മൈൻഡ് സെറ്റിലേക്ക് വരണം എന്നുള്ളതാണ്. അതായത് ചേഞ്ചസ് എപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് എൻ്റെ വിദ്യാർത്ഥികൾക്ക് അത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത് കൊടുക്കണം എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കണം ഇനി അധ്യാപക രംഗത്തേക്ക് വരേണ്ടതും. അത് മാത്രമല്ല, പിന്നെ ഇതൊരു 9 to 5 ജോബ് മാത്രമായിട്ട് എന്ത് ചെയ്യരുത്, ഇത് കാണാൻ നിൽക്കരുത്. ഇപ്പം മിക്കവാറും എന്താ വെച്ചാൽ പലചരക്ക് കടയിലുണ്ടാവുമല്ലോ, സാധനം എടുത്ത് കൊഞ്ഞ് ഇനി 9 മണിക്ക് ഷോപ്പ് അടച്ചു, ഇനി ഇന്ത്യ പരിപാടി ഇല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന അധ്യാപകർ ഉള്ളിടത്തോളം കാലം ആ ഇഷ്യൂ സ്കൂൾ ലെവലാണെങ്കിലും ഹയർ എഡ്യൂക്കേഷനിലാണെങ്കിലും ഏത് കാലത്താണെന്നുണ്ടെങ്കിലും ആ പ്രശ്നം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പം റെവല്യൂഷൻ വേണ്ടത് സിലബസിലും അതോടൊപ്പം തന്നെ നമ്മളുടെ അധ്യാപകരെയും നല്ലൊരു റെവല്യൂഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ നാട്ടിൽ നല്ലൊരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനിലൂടെ വളരുന്ന നല്ലൊരു വിദ്യാർത്ഥികൾ കൂടി ഉണ്ടാവുന്നുള്ളൂ. ഒരു ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മൾ ലോകത്തുള്ള എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ബാക്കിലും ലോകത്തുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസും അതേ രാജ്യത്തായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്ക ആവട്ടെ, ഇന്ന് കാണുന്ന UK ആവട്ടെ, ഇന്ന് ലോകത്ത് ഭരിക്കുന്ന സകല ബിസിനസ്സുകൾ എടുത്തോളി. അതിപ്പോൾ NVIDIA ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ആപ്പിൾ ആവട്ടെ, ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും അവിടേക്ക് നമ്മൾ ലോകത്തിലെ ഫസ്റ്റത്തെ 100 അല്ലെങ്കിൽ 50 കോട്ട് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഉള്ളതാണ് അല്ലേ. എന്നാൽ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഒരു യൂണിവേഴ്സിറ്റിൻ്റെ പേര് കാണണമെന്നുണ്ടെങ്കിൽ, ഒരു കോളേജിൻ്റെ പേര് കാണണമെന്നുണ്ടെങ്കിൽ 220 കഴിയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എന്നാൽ ഇതേ ബിസിനസ്സിലൊക്കെ ചെയ്യുന്ന ആളുകളുടെയൊക്കെ തലപ്പത്ത് ഇരിക്കുന്ന ആളും ഇതേ ഇന്ത്യക്കാരൻ തന്നെയാണ്. നമുക്ക് എബിലിറ്റി ഇല്ലാത്ത പോലെയല്ല. വി ഡോണ്ട് ഹാവ് എനി. ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിയപ്പോൾ ഒന്ന് വെറുതെ റിസർച്ച് ചെയ്തപ്പോൾ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി നോക്കിയപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ ഗുരുകുലായിരുന്നു. ഒരു ഗുരു ഉണ്ടാവും, അവരുടെ കയ്യിൽ കുറേ ആൾക്കാർ. പിന്നെ അത് മദ്രസകളായിട്ട് മാറി. മുഗൾ വന്നപ്പോൾ മദ്രസകൾ സ്ട്രക്ചേർഡ് ആയിട്ട് വന്നു. അതിനുശേഷം ബ്രിട്ടീഷ് രാജ് വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്കൂൾ സ്ട്രക്ചേർഡ് ആയിട്ട് ആ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി, നമ്മളെ ഗവൺമെൻറ് ഫിക്സ് ചെയ്തു, ആ വൈറ്റ് പീപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ഗ്രേറ്റ് ഇറങ്ങാണ്ട് പോയി. NEP എത്ര വട്ടമാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു സാധനം എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഫൈസൽ സാറിനോട് ടൈം കഴിഞ്ഞിരിക്കുന്നത് എനിക്കറിയാം. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ എന്താ വെച്ചെങ്കിൽ, നിങ്ങൾ എന്ത് മാറ്റാണ് എഡ്യൂക്കേഷനിൽ, ഇപ്പോൾ ടീച്ചിങ്ങിലുള്ളതാണ്, വൈസ് പ്രിൻസിപ്പളാണ്, എന്ത് മാറ്റാണെന്നുള്ളത് കംപ്രസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. എഡ്യൂക്കേഷനിൽ എന്ത് മാറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്? മാറ്റങ്ങൾ ഒരുപാട് നമ്മൾക്ക് ആഗ്രഹിക്കാം, പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഞാൻ പ്രധാനമായും വിചാരിക്കുന്നത് ഇതൊരു സ്കൂളിൻ്റെ സിസ്റ്റത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അതിലപ്പുറം ഒരു സൊസൈറ്റിയുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്തു. അവന് 10th കഴിഞ്ഞു, +1 വരുന്നു. പക്ഷെ അവൻ്റെ മാർക്ക് വളരെ കുറവാണ്. ആ മാർക്ക് കുറവായത് കാരണം ആ കുട്ടിയെ സൊസൈറ്റിയിൽ നിന്ന് ആളുകൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഫീല്, അത് അവൻ്റെ മൈൻഡിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ആ കുട്ടിയുടെ ബിഹേവിയറിൽ അത് കൃത്യമായിട്ട് നമുക്കത് പ്രതിഫലിച്ച് കാണും. അവനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ നെഗ്ലക്റ്റഡ് മൈൻഡ് സെറ്റായിരിക്കും ഇവന്. ആ കുട്ടി ക്യാമ്പസിൽ വരുന്നു, അവനെ നിരന്തരമായിട്ട് മെൻറ്റർഷിപ്പിലൂടെ അവൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള അവൻ്റെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് പരിപോഷിപ്പിക്കുന്നു. ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല. ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഇവൻ അയർലൻഡിൽ പോയി അവൻ്റെ അക്കാദമിക്സ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് KPMGയോ അതേപോലെ Big 4ൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അവിടെ 12 പേര് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾ ഓവർ ദ ഗ്ലോബ്. അതിൽ ഒരൊറ്റ ആളെയാണ് സെലക്ട് ചെയ്തത്. അത് ഏഷ്യക്കാരനായ ഇന്ത്യക്കാരനായ കേരളത്തിലെ കാലിഫിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഈ 12 ആളുകൾക്കിടയിൽ വൈറ്റ്സിൻ്റെ ഇടയിൽ എന്താ പറയുക, നമ്മളെ ഏഷ്യക്കാരനെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതും ഒരു അയർലൻഡ് കമ്പനി അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവന് എൻക്വയറി ഒന്നും നടത്താതെ ഈ ഒരു ന്യൂസ് അവൻ നമ്മളോട് പറയാണ്, എനിക്കിങ്ങനെ ഇൻ്റർവ്യൂവിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, ഇത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ സെലക്റ്റഡ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവൻ ചേർത്ത് പറഞ്ഞത്, ഇത് ഞാൻ 10th വരുന്ന എന്നെ
ഈ ഒരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു 2 years അത് എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കുട്ടിയെ ചിലപ്പം കാലിഫിൻ്റെ അലുമിനി പലരും ഇവിടെ ഉണ്ട്, ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ പേര് പരാമർശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ചേഞ്ച് അത് നമ്മൾ ചിലപ്പോൾ അത് സൊസൈറ്റി ആയിരിക്കും ഇടപെടേണ്ടത്, ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ അത് ഗവൺമെൻറ് സിസ്റ്റം ആയിരിക്കും ഇടപെടേണ്ടത്. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഓൾ ഓവർ ഗ്രോത്താണ് നമ്മളുടെ ഒരു എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി ഓഡിയൻസ് സൈഡിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അത് നമ്മൾ ടോപ്പിക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ബിസിനസ് ആണ്, അപ്പോൾ അതുമായി കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കോംപ്ലക്സ്. ഗുഡ് ഈവനിങ് സർ. സർ, ഞാനും ഈ ടീച്ചിങ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ 3 ടീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ മാൽദീവ്സിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. ഓക്കെ. സോ റിയലി ഹാപ്പി ടു സീ യു. ഓക്കെ. ആൻഡ് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ കാംബ്രിഡ്ജ് സിലബസ്, എസ്പെഷ്യലി IGCSE സിലബസ് നമ്മൾ ഈ നാട്ടിൽ വളരെ ചുരുക്കം മാത്രമേ കണ്ടുവന്നിട്ടുള്ളൂ. അതിൻ്റെ ഇപ്പം സാറ് പറഞ്ഞു, ഇവിടെ ഞാൻ കേട്ടു, നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ആവണം, അതുപോലെ തന്നെ ടീച്ചേഴ്സ് കൂടുതൽ അപ്ഡേറ്റ് ആവണം. ആരും ഈ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു വേർഡ് ഞാൻ കേട്ടു. രണ്ടാമത്തെ കാര്യം, സാർ കണ്ടിന്യൂസ് ആയി ചോദിക്കുന്നുണ്ടായിരുന്നു, ഷോർട്ടേജ് ഓഫ് ടീച്ചേഴ്സ് ആണോ എന്ന് ഒരു ചോദ്യം നിങ്ങൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വേൾഡ് വൈഡ് ഇറ്റ്സ് എ റിയാലിറ്റി ദാറ്റ് ഷോർട്ടേജ് ഓഫ് ടീച്ചേഴ്സ് ആർ ദർ, അല്ലേ? ഈ ജനറേഷനിൽ നമുക്ക് ടീച്ചർ ഷോർട്ടേജ് എന്ന് പറയുന്ന ഒരു സാധനം കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളത് നമ്മുടെ ഈ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പം, നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ആയാൽ മാത്രം പോരാ, അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസ്, അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതിനനുസരിച്ചിട്ടുള്ള പാക്കേജസ് നമ്മളെ പോലത്തെ ടീച്ചേഴ്സിന് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പോലത്തെ കുറേ ക്വാളിറ്റി ആയിട്ടുള്ള ടീച്ചേഴ്സ് നമ്മളെ സേവനം നമുക്ക് നാട്ടിന് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നാണ് എൻ്റെ വളരെ ഒരു വിശ്വാസം. ഓക്കെ, താങ്ക് യു. അതിൽ ഇനിയാ പ്രശ്നം ഉണ്ടാവുന്നില്ല, കാരണം BEdലൊന്നും എവിടെ സീറ്റ് ഇല്ലെന്ന് കേൾക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ് പെട്ടെന്ന് തന്നെ തീരും തോന്നുന്നു എനിക്ക്. ഫൈസൽ സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? IGCSE സിലബസിനോട് എക്സ്പോസ്ഡ് ആയിരിക്കും. എനിക്ക് തോന്നിയിടത്തോളം നമ്മൾ ഈ ബെറ്റർ വേൾഡ് മോഡൽസിനോട് നമ്മൾ എന്താക്കരുത്, നോ പറയരുത്. നമ്മൾ ഇനോവനോട് നോ പറയുന്നില്ല, കോൾഗേറ്റിനോട് നോ പറയുന്നില്ല, ഐഫോണിനോട് നോ പറയുന്നില്ല, നൈക്കിനോട് നോ പറയുന്നില്ല. എഡ്യൂക്കേഷൻ മാത്രം നമ്മൾ എന്താക്കണം, അതിനോട് നോ പറയണം, അതിനോട് നോ പറയരുത്. ഇങ്ങനത്തെ മോഡൽസിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആവണം. അതൊരു ഗ്ലോബൽ കരിക്കുലാണ്. ആ കരിക്കുലത്തിൽ നിന്ന് എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് ആ ലോകം എന്താക്കണം, തുറന്നു കൊടുക്കണം. അപ്പോൾ ആ ലോകം തുറന്നു കൊടുക്കുമ്പോഴാണ് എഡ്യൂക്കേഷൻ ഫൈനസ്റ്റ് ആവുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ബേസിക്കലി ഈ നാട്ടിലെ സ്കൂളിംഗ് കോളേജ് സിസ്റ്റത്തിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം, നമ്മളുടെ ഈ അധ്യാപകന്മാരെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മളെ കോളേജ് സ്കൂൾ, ഞാൻ അവരൊരിക്കലും ക്രിട്ടിസൈസ് ചെയ്യില്ല. കാരണം ലോകത്തിലെ ഏറ്റവും ഒരു വേഴ്സ്റ്റ് സിലബസ് കിട്ടിയിട്ടും നമ്മൾക്ക് ഈ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് ഈ അധ്യാപകന്മാരാണ്. അപ്പം അവരാണ് പുലികൾ, അല്ല സിലബസ് അല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. ഈ സിലബസ് ഉണ്ടാക്കുന്ന സിലബസ് മേക്കേഴ്സ് അവരേതെങ്കിലും റൂമിൽ കുത്തിരുന്നിട്ട് 4-5 സിലബസ് കണ്ടിട്ട് ഒരു കോജൻസി ഇല്ലാതെ ആ സിലബസ് ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സും മത്തിക്ക് 2 കാലുണ്ട് എന്ന് പറയുമ്പോൾ മത്തിക്ക് 2 കാലുണ്ട് എന്ന് എഴുതിപ്പിക്കുന്ന ഈ ഔട്ട്ഡേറ്റഡ് സിസ്റ്റത്തിനെ നമ്മൾ എന്താക്കേണ്ടത്, മാറ്റേണ്ടത്. ഇപ്പോൾ ഇദ്ദേഹത്തിനെ പോലത്തെ ഒരു അധ്യാപകനൊക്കെ മാലേന്ന് ഈ IGCSEക്ക് എക്സ്പോസ്ഡ് ആയ ആൾക്ക് അത്തരത്തിലെ സ്കൂളുകൾ ഇവിടെ വരട്ടെ, അത്തരത്തിലെ IB സ്കൂളുകൾ ഇവിടെ വരട്ടെ. നിങ്ങളെപ്പോലത്തെ കാലിഫിനെ പോലത്തെ എന്താ പറയുക, ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ബിഗ് 5ലേക്ക്, എനിക്കറിയില്ല KPMG പീറ്റ്മാവിക്കിൽ. അപ്പോൾ അങ്ങനത്തെ ഇതിലേക്കൊക്കെ പോകുന്ന ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ടുകൾ എന്താവട്ടെ. ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് കൊറോളറി, ഇറ്റ് ഈസ് അൺബ്രിഡിൽഡ്. അത് തുറന്നു വിടേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുറേ ക്രിയേറ്റീവായിട്ടില്ല ഒരു കൂട്ടം ടീച്ചേഴ്സ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ
അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മാറും. ഇപ്പം യു എസിലെ നിങ്ങൾ നോക്കിയിട്ട് യു എസിൻ്റെ മിഡ് വെസ്റ്റിനേക്കാളും യു എസിനെ ചേഞ്ച് ചെയ്തത് യു എസിൻ്റെ സദേൺ കാലിഫോർണിയൻ കൾച്ചറാണ്. മൾട്ടിനാഷണൽ കമ്പനി ചടച്ച് അതിലെ ജോലി വെറുത്ത് വന്ന ഒരു ടീമുകളാണ് കൂപ്പർട്ടിനോലെ സിലിക്കൺ വാലി ക്രിയേറ്റ് ചെയ്തത്. അവർ ടീഷർട്ട് ഇട്ടും ജീൻസ് ഇട്ടും ഒരു സാധനത്തിൽ വന്ന് കിഴിഞ്ഞും മുടി തൂളിച്ചും ഒക്കെയാണ് അവരെന്താക്കി ഈ കമ്പനികൾ ക്രിയേറ്റ് ചെയ്തത്. ഒരിക്കലും കോട്ടും സൂട്ടും ഇടൂല, ടൈ ഇടൂല. കുട്ടികളെ കൊണ്ട് കോട്ട് ഇടിപ്പിക്കരുത്, സൂട്ട് ഇടിപ്പിക്കരുത്, ടൈ ഇടിപ്പിക്കരുത്. അവർക്ക് തോന്നുന്നവരുടെ ക്രിയേറ്റിവിറ്റിനെ അൺബ്രിഡിൽഡ് ആക്കുക. അവരുടെ പേഴ്സണൽ അംബിഷൻസ് ക്ലാസ് റൂമിൽ വരട്ടെ, അവരുടെ സ്ട്രെങ്ത്തുകൾ മാപ്പ് ചെയ്യും, അവർക്ക് ഇല്ല ഇൻട്രസ്റ്റുകൾ ക്ലാസ് റൂമിൽ വരട്ടെ, അതിനനുസരിച്ചില്ല ഒരു അസസ്മെന്റ് സിസ്റ്റം വരട്ടെ. ദാറ്റ് ഈസ് റൊമാൻറ്റിക്, ഐ ഗസ്. ഓക്കെ, താങ്ക് യു. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ സമയമായെന്ന് എനിക്കറിയാം. ഫൈനലി എനിക്കൊരു എക്സ്ക്യൂസ് മീ, ഇപ്പം സാറ് പറഞ്ഞ ഈ എക്സ്പോസ് എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. ഇപ്പം ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ ചൈനയിലൊരു യൂണിവേഴ്സിറ്റിയിൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് ലേറ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ലേറ്റായി. ഒഫീഷ്യലി ആ യൂണിവേഴ്സിറ്റി മാപ്പ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സമരങ്ങൾ നടത്താറുണ്ട് പല കാര്യത്തിന്. ഇപ്പം ശനിയാഴ്ച, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ശനിയാഴ്ച വർക്കിംഗ് ഡേയ്സ് ആക്കണം എന്ന് പറഞ്ഞപ്പം നമ്മളെ അധ്യാപക സംഘടനകൾ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 40,000-ൽ കുറയാത്ത ശമ്പളം വാങ്ങുന്ന ആളുകളാണ് ഗവൺമെൻറ്റിൽ അധ്യാപകരുള്ളത്. അപ്പോൾ അവർ ഒരു ദിവസം ജോലി ഏറെ പറഞ്ഞപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞു. ഇനി ഇവർ തന്നെ പല കാര്യത്തിനും നമ്മുടെ നാട്ടിൽ സമരം നടത്താറുണ്ട്. ഈവൻ പൊളിറ്റിക്കൽ പാർട്ടീസ് പല കാര്യത്തിനും വേണ്ടിയിട്ട് സമരം നടത്തലുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അപ്ഡേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും സംഘടനയോ ഏതെങ്കിലും അധ്യാപക സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ സമരം ചെയ്തതായിട്ട് ആരെങ്കിലും അറിവിലുണ്ടോ? വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് തന്നെ. അത് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് ഇരുന്നിട്ട് കാര്യം പറഞ്ഞ ഫിൻലൻഡിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് 50 ടൈം ഇന്ത്യയിൽ വന്ന ഫിനിഷ് സ്കൂളിംഗ് സിസ്റ്റം ലോകം കംപ്ലീറ്റ്ലി കൊട്ടിയൊഴിക്കപ്പെട്ട ഒരു സ്കൂളാണ്. അപ്പോൾ അതിലൊരു വലിയൊരു വിചക്ഷണം എന്നോട് കപ്പലിൽ നിന്ന് സംസാരിച്ച സംസാരമാണ്. ഇന്ത്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾക്ക് സ്യൂവേജ് സിസ്റ്റം ഇല്ല, നിങ്ങൾക്ക് ട്രാഫിക് സിസ്റ്റം ഇല്ല. ഞങ്ങളൊരു തോട്ടുനിന്നും പുഴയിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുടിക്കുക, ഞങ്ങളെ ടാപ്പ് വാട്ടർ കുടിക്കുക, ഞങ്ങളെ ഓക്സിജൻ അത്രയും പ്യുവറാണ്. 75% കാടാണ്, ആരും അത് തൊടൂല. നിങ്ങൾക്ക് സിസ്റ്റംസ് ഇല്ല. സിസ്റ്റംസ് ആണ് ഒരു പൊതു ജനങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇത് ഉപകരിക്കും. സിസ്റ്റംസ് ഇല്ലെങ്കിൽ ട്രാഫിക് കാവോസ് ആയിരിക്കും, സ്യൂവേജ് കാവോസ് ആയിരിക്കും, എല്ലാം ഇടങ്ങറായിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബെറ്റർ സിസ്റ്റംസ് നമുക്ക് എന്താക്കാൻ പറ്റട്ടെ, ഇങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ഞാൻ കൺക്ലൂഡ് ഗവൺമെന്റിനെ വെയിറ്റ് ചെയ്യണ്ട. ഒരു കാര്യം പറയാം. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ്. ഓക്കെ, എൻ്റെ പേര് ഫാറൂഖ്. ഞാൻ ഒരു ഹിൽട്ടൺ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ചീഫ് എഞ്ചിനീയറായിട്ട്. ഇവിടെ വളരെ വാല്യൂഡ് പോയിൻ്റാണ് ഈ പാനലിലുള്ളവരൊക്കെ പറഞ്ഞത്. അതിലെനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ളത്, എൻ്റെ മോന് +1 പഠിക്കുന്ന കുട്ടിയാണ്. അവൻ 10th പഠിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയാറുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ രീതികൾ ടോട്ടലി മാറ്റണം. കാരണം എന്താ പറഞ്ഞാൽ അവൻ പറയുന്നത്, എനിക്ക് അല്പം ചാൻസ് കിട്ടുകയാണെങ്കിൽ എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ രീതി മാറ്റിയിട്ട് മറ്റുള്ള കുട്ടികൾക്ക് അവരുടെ ഫീലിംഗ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരു കുട്ടികളിൽ തന്നെ ഡിഫറെൻറ്റ് ക്യാപ്പബിലിറ്റി ഉണ്ട്, ഡിഫറെൻറ്റ് തിങ്കിങ് ഉണ്ട്. അപ്പം നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ രീതി ബേസിക് എഡ്യൂക്കേഷൻ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് കുട്ടികൾ അവർ ഡിഫറെൻറ്റ് വേയിൽ തിങ്കിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ ഇപ്പോൾ ഇവിടെ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ നമുക്ക് അതിനുള്ള ഈ പ്രോഗ്രാം, അതിനൊരു ഇനിഷ്യേറ്റീവ് നിങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്നൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെ ഒരു സ്കൂള് ഓൺലൈനെങ്കിലും നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഷുവർ. നമുക്ക് എന്തായാലും ഇതിൽ പേരൻസിനും എല്ലാവർക്കും അറിയാം. ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര ലൈവാക്കി തന്ന ഓഡിയൻസിനും അതുപോലെ തന്നെ പാനലിലേക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു കാലിഫ്. എക്സ്ക്യൂസ് മീ, സോറി ഫോർ ദ ഇൻറ്ററപ്ഷൻ. ഇവിടെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് ഇവിടെ ചോദിച്ചാലാണ്. ഞാനൊരു കൺഫ്യൂസ്ഡ് പാരൻ്റാണ്. അതായത് എൻ്റെ മകൾ 2 years ആയിട്ടുള്ളൂ. ഫ്യൂച്ചറിൽ ഏത് ടൈപ്പ് ഓഫ് സ്കൂളിംഗ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. അതായത് ഇതിൽ ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഇതിൽ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് സ്കൂൾ പഠിച്ചിട്ട് IIM പോയ ആളുകളുണ്ട്, CBSE പഠിച്ച് IIM പോയ ആളുകളുണ്ട്. നമുക്ക് എന്താ വെച്ചെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ IIT പോയ ആളുകളുണ്ട്. നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാന്ന എല്ലാ സ്കൂളും ബെസ്റ്റാണ്. അവിടെ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ്. അത് ബെറ്ററായി കൊടുക്കുക, നല്ലൊരു പാരൻ്റായിട്ട് കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് നമുക്ക് 1-to-1 ഇരിക്കാം, സംസാരിക്കാം, അല്ലെങ്കിൽ ആരുമായിട്ട് കണക്ട് ചെയ്യാം. താങ്ക് യു.